BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ 6 മാസത്തെ തൊഴിൽ വിസ പ്രഖ്യാപിച്ച ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. നിലവിലുള്ള 1 വർഷത്തെയും 2 വർഷത്തെയും വിസ പെർമിറ്റുകൾക്ക് പുറമെയാണ് പുതിയ 6 മാസ കാലയളവിലെ വിസ. ബഹ്റൈനിൽ താമസിക്കുന്ന പ്രവാസികളും വാണിജ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാണ് പുതിയ വിസയ്ക്ക് യോഗ്യരാവുക. വ്യവസായ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും വിപണിയിലെ ആവശ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് പുതിയ വിസ അനുവദിക്കാൻ LMRA തീരുമാനിച്ചത്. പുതിയ വിസ നിലവിൽ ബഹ്റൈനിലുള്ള പ്രവാസി തൊഴിലാളികൾക്ക് മാത്രമുള്ളതാണെന്നും വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഇതിൽ ഉൾപ്പെടില്ലെന്നും LMRA അറിയിച്ചു. കുറഞ്ഞ കാലയളവിലേക്ക് തൊഴിലാളികളെ നിയമിക്കുന്നതിലൂടെ അവരുടെ തൊഴിൽക്ഷമത ട്രയൽ അടിസ്ഥാനത്തിൽ പരീക്ഷിക്കാനും രാജ്യത്തെ നിലവിലുള്ള തൊഴിലാളികളെ പരമാവധി പ്രയോജനപ്പെടുത്തുക വഴി വാണിജ്യ മേഖലയിലേക്ക് പുതിയ പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കാനുമാണ് പുതിയ വിസ പദ്ധതി ലക്ഷ്യമിടുന്നത്. തൊഴിലാളികളുടെ കാര്യക്ഷമതയും തൊഴിലിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനും ബിസിനസ് മേഖലയ്ക്ക് ഇതുവഴി സാധിക്കും. കൂടാതെ കമ്പനികൾക്ക് വിജയസാധ്യത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് ചുരുക്കാനുമുള്ള സാഹചര്യമുണ്ടാകും. വിസയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് www.lmra.gov.bh എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 17506055 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാമെന്നും LMRA അറിയിച്ചു. ബഹ്റൈൻ സമ്പദ് വ്യവസ്ഥയുടെ 85% എണ്ണയിതര വ്യവസായത്തിൽ നിന്നെന്ന് വിലയിരുത്തൽ. നാഷണൽ ആക്ഷൻ ചാർട്ട് 24 നിലവിലെത്തി നിൽക്കുമ്പോൾ പദ്ധതി രാജ്യത്തിന് നൽകിയ പ്രധാന നേട്ടമായാണ് ഇതിനെ കാണുന്നത്. പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽ രാജ്യം എണ്ണയിതര വ്യവസായ മേഖലയുടെ ഉയർച്ചയ്ക്കായും സാമ്പത്തിക നേട്ടം അധികരിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമെന്നോണം രാജ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വ്യവസായങ്ങൾ രാജ്യത്തെ വളർച്ചയിലേക്ക് നയിക്കുകയാണ്. ടൂറിസം, സാമ്പത്തിക സേവനങ്ങൾ, ഉയർത്തൽ, വ്യവസായം എന്നിവയിലേക്ക് രാജ്യം താൽപ്പര്യം മാറ്റി തുടങ്ങിയത് 2001 നാഷണൽ ചാർട്ടിന്റെ പ്രഖ്യാപനത്തോടെയാണ്. ഇത്തരം സുപ്രധാന വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുക എന്നതാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. GDP കണക്ക് പ്രകാരം രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് എണ്ണ കഴിഞ്ഞാൽ ഏറ്റവും അധികം സംഭാവന നൽകുന്നത് ഉൽപ്പാദനത്തിൽ നിന്നാണ്. അതിൽ അലൂമിനിയത്തിൻ്റെ പങ്കാണ് പ്രധാനം. 2024 ആദ്യപാദത്തിൽ GDPയുടെ 21% സംഭാവന ഉൽപ്പാദന മേഖലയിൽ നിന്നായിരുന്നു. എന്നാൽ രണ്ടാം പാദത്തിൽ അത് 18.93 കുറഞ്ഞു. എന്നാൽ നിലവിൽ 20% ഉയർന്നിട്ടുണ്ട്. GDPയുടെ 20% എണ്ണയിൽ നിന്ന് രാജ്യം നേടുന്നത്. 16.7% മാത്രം വളർച്ച ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്നോ ആണ്. രാജ്യത്ത് നിലവിൽ 406 ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ ഇസ്ലാമിക ഫൈനാൻസ് ആധാരമാക്കി പ്രവർത്തിക്കുന്നത് ഗൾഫ് മേഖലയിൽ ബഹ്റൈൻ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു. നിലവിൽ രാജ്യം പരമ്പരാഗത ബാങ്കുകളുടെയും ഇസ്ലാമിക് ബാങ്കുകളുടെയും ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഉൽപ്പാദന മേഖല 14.5%, ഗതാഗത ആശയവിനിമയ മേഖല 6.8%, നിർമ്മാണ മേഖല 6.6%, റിയൽ എസ്റ്റേറ്റ് 4.1%, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് വഴി 2.4%, രാജ്യത്തിന് നൽകുന്ന എണ്ണ ഇതര സംഭാവനകൾ. മറ്റ് സേവന വ്യവസായങ്ങൾ 18.7% നൽകുന്നത്. പ്രതിവർഷം ശരാശരി 5% സാമ്പത്തിക വളർച്ച. എണ്ണയിതര വ്യവസായമാണ് നിലവിൽ രാജ്യത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നതെന്നും സുസ്ഥിര വികസന മന്ത്രിയും സാമ്പത്തിക വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ അൽ ഖുലൈവ് ദാവോസ് ഫോറത്തിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു. എണ്ണയ്ക്ക് പുറമെ ഉൽപ്പാദന മേഖല രാജ്യത്തിന് നൽകുന്ന സംഭാവനയും അതിൽ അലൂമിനിയം വഹിക്കുന്ന പങ്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മിഴിവേകാൻ സ്റ്റെയിൻസ് ഗ്ലാസ് ആർട്ട് വർക്കുകൾ സ്ഥാപിക്കുന്നു. പ്രശസ്ത കലാകാരൻ ബ്രയാൻ ക്ലാർക്കിന്റെ കോൺകാർഡിയ എന്ന സെയിൽസ് ഗ്ലാസ് വർക്കൗട്ടാണ് സ്ഥാപിക്കുന്നത്. വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് മികച്ച ദൃശ്യാനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ആർട്ട് ഗ്ലാസ് സ്ഥാപിക്കുന്നത്. 17 മീറ്റർ നീളവും 34 മീറ്റർ വീതിയുമുള്ള ആർട്ട് വർക്ക് ടെർമിനലിന്റെ ദൃശ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്നും അത് യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുമെന്നും ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവള CEO മുഹമ്മദ് യൂസുഫ് അൽ ബിൻ ഹല പറഞ്ഞു. പൊതുയിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ വിദേശ സന്ദർശകരെ അടക്കം വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുന്നവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ബ്രയാൻ ക്ലർക്കിന്റെ സ്റ്റെയിൻസ് ഗ്ലാസ് ആർട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ആധുനിക സ്റ്റെയിൽ ഗ്ലാസ് കലയുടെ പിതാവാണെന്നറിയപ്പെടുന്ന ഇദ്ദേഹം ലോക പ്രശസ്തി നേടിയ ചിത്രകാരനും ആർക്കിടെക്ചറൽ ആർട്ടിസ്റ്റുമാണ്.
സ്കൂൾ കാലഘട്ടത്തിലെ മധുരമുള്ള ഓർമ്മകൾ പുനരാവിഷ്കരിച്ച ഇന്ത്യൻ സ്കൂളിലെ 1999 ബാച്ച് വിദ്യാർത്ഥികൾ 135ഓളം വിദ്യാർത്ഥികളാണ് 25 വർഷത്തിനപ്പുറം ജുഫൈറയിലെ ഒയാസിസ് മാളിലെ മൈസൂർ കഫേയിൽ ഒത്തുചേർന്നത്. ഇന്നലകളെ അവിസ്മരണീയമാക്കിയ സ്ഥലങ്ങളിലും വഴികളിലും വീണ്ടും സഞ്ചരിച്ചും വിനോദങ്ങളിൽ ഏർപ്പെട്ടും ഒത്തുചേരലിനെ അവർ മനോഹരമാക്കി. പദ്ധതി ആവിഷ്കരിച്ച ടീമിന്റെ ആത്മാർത്ഥതയും സമർപ്പണബോധവും പരിപാടിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കിയതായും സംഘാടക സമിതി അംഗം സഫിയ ഖാൻ പറഞ്ഞു. ഞങ്ങളുടെ അംഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ മറ്റുമായി വ്യാപിച്ചു കിടക്കുകയായിരുന്നു. അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞു. വരും വർഷങ്ങളിൽ വീണ്ടും ഒത്തുകൂടാമെന്ന പ്രതീക്ഷകളുമായി ഈ ഗെറ്റ് ടുഗദറിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലിനായി അമേരിക്കയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നത് അതിശയകരമായ കാര്യമായിരുന്നു. എന്നാൽ വീണ്ടും പഴയ സുഹൃത്തുക്കളുമായി ഒത്തുകൂടാനും മനാമാസൂക്കിലും പഠിച്ച സ്കൂളിലുമൊക്കെ പോയപ്പോൾ വീണ്ടും 16കാരനായി മാറിയെന്നും ഈ ഒത്തുചേരൽ ജീവിതകാലം മുഴുവൻ ഓർക്കുമെന്നും അമേരിക്കയിലെ ജോർജിയ റട്ടയിൽ നിന്ന് പരിപാടിക്കെത്തിയ അഹമ്മദ് ജാസിം പറഞ്ഞു. കാലം ഒരുപാട് കഴിഞ്ഞെങ്കിലും സൗഹൃദത്തിന്റെ ഓർമ്മകളും ഒത്തുചേരലിനെ അത്ഭുതമായാണ് കാണുന്നതെന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ ഡിസൂസ പറഞ്ഞത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരും അല്ലാത്തവരുമായവർ തങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു. സൗഹൃദം പുതുക്കിയും വീണ്ടും ചേരാമെന്ന പ്രതീക്ഷയോടെ പിരിഞ്ഞു. തദ്ദേശ ദിനത്തോടനുബന്ധിച്ച് മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫിയും മഹാത്മാ അയ്യൻകാളി പുരസ്കാരങ്ങളും സ്വരാജ് മാധ്യമ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചു. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. 2ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകരയ്ക്കും 3ാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനുമാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള 1, 2, 3 ട്രോഫികൾ യഥാക്രമം കോട്ടയത്തെ വെളിയന്നൂർ, തിരുവനന്തപുരത്തെ ഉഴുമലക്കൽ, തൃശൂരിലെ മാറ്റത്തൂർ എന്നിവയ്ക്കാണ്. തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ നഗരസഭാ വിഭാഗത്തിൽ യഥാക്രമം ഗുരുവായൂർ, വടക്കാഞ്ചേരി, ആന്തൂർ എന്നിവ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തൃപ്തികരമല്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന ആകർഷകമായ വാഗ്ദാനം നൽകി വിദ്യാർത്ഥിയെ കബളിപ്പിച്ച ബൈജൂസ് ലേണിംഗ് ആപ്പ് 51,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. എറണാകുളം സ്വദേശിയും 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവുമായ സ്റ്റാലിൻ എൻ ഗോമസ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. അതിനിടെ ബൈജൂസിനെതിരായ പാപ്പരത്ത നടപടികൾ നിർത്തിവെച്ച ദേശീയ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. BCCIക്ക് നൽകേണ്ട കുടിശ്ശിക ഒത്തുതീർക്കാൻ 158 കോടി രൂപ നൽകിയതും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനും ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ അംഗങ്ങളുമായ 3-അംഗ ബെഞ്ച് റദ്ദാക്കി തുക ക്രെഡിറ്റേഴ്സ് കമ്മിറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചു. ബൈജൂസിന് സാമ്പത്തിക ബാധ്യതയുള്ള അമേരിക്കയിലെ ഗ്ലാസ് ടെസ്റ്റ് കമ്പനിക്ക് ദേശീയ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ നടപടിക്ക് ഇടപെടാൻ അധികാരമുണ്ടെന്നും കോർപ്പറേറ്റ് പാപ്പരത്ത തീരുമാന പ്രക്രിയയിലെ കക്ഷികൾ സമർപ്പിച്ച പിന്മാറാപേക്ഷയ്ക്ക് മേൽ മുദ്ര പതിപ്പിക്കുന്ന പോസ്റ്റ് ഓഫീസ് മാത്രമായി ദേശീയ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണലിനെ കണക്കാക്കാനാകില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.